ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന വീരമലക്കുന്നിൽ വൻ വിള്ളൽ കണ്ടെത്തി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ഡ്രോൺ സർവേയിലാണ് കുന്നിൽ വിള്ളലുകൾ കണ്ടെത്തിയത്. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ തഹസിൽദാർമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ, മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം, കാസർഗോഡ്. ജില്ലയിൽ ദേശീയപാത നിർമ്മാണത്തെക്കുറിച്ച് വ്യാപക പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നേരിട്ടിറങ്ങി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പലയിടത്തും വ്യാപകമായ മണ്ണിടിച്ചിലിന് പുറമെ പാതയിൽ വൻ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഇതിൽ ഗുരുതര സാഹചര്യത്തിലായ വീരമലക്കുന്നിലാണ് ആദ്യഘട്ട ഡ്രോൺ സർവേ നടത്തിയത്. പരിശോധനയിൽ വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞ് ചിലയിടങ്ങളിൽ നീളത്തിലും കുത്തനെയും വിള്ളലുകൾ കണ്ടെത്തി. പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ പഠിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി. ജില്ലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയ മട്ടലായി കുന്നിലും ബേവിഞ്ച ചെറുക്കള ഭാഗത്തും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് കളക്ടറുടെ തീരുമാനം. തഹസിൽദാർമാരുടെ വിശദമായ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. കുന്നും താഴ്വാരവും സംരക്ഷണത്തിന് പ്രത്യേക നടപടി സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. വീരമലക്കുന്നില് ഒരു ഡ്രോൺ സർവേ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം പറഞ്ഞാൽ ഈ മഴ വന്ന ശേഷം എങ്ങനെയാണ് ഇതിന്റെ സുരക്ഷിതമായിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ ഇതിൽ കണ്ടത് കുറെ സ്ഥലങ്ങളിൽ വിള്ളൽ വീണിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറെ സ്ഥലങ്ങളിൽ ഇതായിട്ടുണ്ട്. അപ്പോ ഈ റിപ്പോർട്ട്സ് എല്ലാം എടുത്ത് നമുക്ക് NHA കൈമാറും. തഹസിൽദാർ റിപ്പോർട്ട് കൊടുക്കും. അതിനുശേഷം NHA കൈമാറി NHA അതിനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള, ഹൊസ്തുർഗ് തഹസിൽദാർ T ജയപ്രസാദ്, ഹസാഡ് അനലിസ്റ്റ് P ശില്പ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ PV തുളസിരാജ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കളക്ടറെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.